ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ: ഏരിയ ടു ബി കവേർഡ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912, ഡിഫറൻസ് ബിറ്റ്വീൻ 1904 ആക്ട് ആൻഡ് 1912 ആക്ട്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984, മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1991, ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995. അപ്പോൾ ഇത്രയും ആക്ടുകളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്ക്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1912 1912 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ്. ഓക്കെ, പാസിംഗ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഇൻ 1912 was an important landmark in the history of cooperative movement in India. അപ്പോൾ ഇന്ത്യയിലെ സഹകരണ ചരിത്രത്തിലെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു നാഴികക്കല്ലായിരുന്നു 1912 ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 1912 ആക്ട് നമ്മൾ പാസ്സാക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു? ടു റെഡ്യൂസ് ദി ഡ്രോബാക്സ് ഓഫ് 1904 ആക്ട്. ഇതിൻ്റെ മുന്നത്തെ ആക്ട് ഉണ്ടായിരുന്നു 1904 ആക്ട് അല്ലേ, ഫസ്റ്റ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ്. അപ്പോൾ ഈ ആക്ടിൽ വന്നിട്ടുള്ള പോരായ്മകളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, രണ്ടാമത്തെ ഈ 1912 ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1904 ആക്ടിലെ ഡ്രോബാക്കുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, 1912 ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ഇനി 1912 ആക്ടിൻ്റെ ഫീച്ചേഴ്സാണ് താഴെ തന്നിട്ടുള്ളത്. നോക്കി നോക്ക്. സൊസൈറ്റീസ് വെർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു നാച്ചർ ഓഫ് ലാബിലിറ്റി. ഓക്കെ, സൊസൈറ്റിയെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളതിൻ്റെ ലാബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. വേർ നെയിം ഈസ് ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് റൂറൽ ആൻഡ് അർബൻ. അപ്പോൾ 1904 ആക്ടിൽ നമ്മൾ റൂറൽ ആൻഡ് അർബൻ എന്നായിരുന്നു തരംതിരിച്ചിരുന്നത് അല്ലേ. എന്നാൽ അതിന് പകരം എന്ത് ചെയ്തിട്ടുണ്ട്, ലാബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ബാധ്യതകൾ എന്തിനുള്ളത് തരംതിരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് എന്ന പേരിലാണ് സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത്, ദ റിക്വയർമെൻറ്റ് ഓഫ് ആൻ ഓഡിറ്റ് by registrar and his staff assistant, but audit fees was charged on the society. അപ്പോൾ സൊസൈറ്റിയുടെ ഓഡിറ്റ് എന്താണ്, റിക്വയർമെൻറ്റ് ഓഫ് ആൻ ഓഡിറ്റ് ആരാണ്? ബൈ ദി രജിസ്ട്രാർ ആണ് അല്ലേ. സൊസൈറ്റിയുടെ ഓഡിറ്റ് നടത്തുന്ന ആരാണ്? രജിസ്ട്രാർ ആണ്. ആൻഡ് ഹിസ് സ്റ്റാഫ് അസിസ്റ്റൻസ്. അപ്പോൾ രജിസ്ട്രാറും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുക. ബട്ട് ഓഡിറ്റ് ഫീസ് ചാർജ് ഓൺ ദി സൊസൈറ്റി. അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓഡിറ്റ് ഫീസും ചാർജ് ചെയ്യാറുണ്ട്. എന്നാൽ 1904 ആക്ടിൽ എന്തില്ല, ഓഡിറ്റ് ഫീസ് ചാർജ് ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്തെ എസെൻഷ്യൽ ഫീച്ചർ നോക്ക്. വേർഡ് കോപ്പറേറ്റീവ് മേ നോട്ട് യൂസ്ഡ് ഇൻ ദി നെയിം ഓഫ് എനി അതർ ബിസിനസ് ഓർഗനൈസേഷൻ നോട്ട് രജിസ്റ്റേർഡ് അക്കോർഡിംഗ് ടു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ ഈ ഒരു വേർഡ് കോപ്പറേറ്റീവ് എന്നുള്ള വേർഡ് എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷനും ഉപയോഗിക്കാൻ പാടില്ല. എങ്ങനെയാണ്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു സൊസൈറ്റിയുടെയും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പേരിൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കാൻ പാടില്ല, കോപ്പറേറ്റീവ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചറുകളാണ് എന്തിനുള്ളത്, ഈ 1912 ആക്ടിന് ഉള്ളത്. അപ്പോൾ 1912 ആക്ട് എന്തിനു വേണ്ടിയാണ്? 1904 ആക്ട് ഉണ്ട് അല്ലെ, 1904 ആക്ടിലെ ഡ്രോബാക്കുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് 1912 ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. അതിൻ്റെ എസെൻഷ്യൽ ഫീച്ചർ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? സൊസൈറ്റിയുടെ തരംതിരിച്ചു, ലാബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് എന്നും തരംതിരിച്ചു. പിന്നെ രണ്ടാമത്തെ, ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ് പറഞ്ഞു? രജിസ്ട്രാറും ആൻഡ് ഈ സ്റ്റാഫ് അസിസ്റ്റൻസുമാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ബട്ട് എന്ത് വേണം, ഓഡിറ്റ് ചാർജ് ഈടാക്കുന്നുണ്ട്. ദെൻ വേർഡ് കോപ്പറേറ്റീവ് എന്ന വേർഡ് എന്ത് ചെയ്യാൻ പാടില്ല, ബിസിനസ് ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാൻ പാടില്ല. അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു സൊസൈറ്റിയുടെ പേരിലും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേരിലും എന്ത് ഉപയോഗിക്കാൻ പാടില്ല, കോപ്പറേറ്റീവ് എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്രയാണ് 1912 ആക്ടിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1904 ആക്ടും 1912 ആക്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡിഫറൻസസ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആൻഡ് 1912. രണ്ട് ആക്ടുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് നമുക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് രണ്ട് ആക്ടുകളെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്നാമത് ഡിഫറൻസ് നോക്ക്. ദി ആക്ട് ക്ലാസിഫൈഡ് ദ സൊസൈറ്റീസ് ഇൻ ടു അർബൻ ആൻഡ് റൂറൽ.
അല്ലേ? 1904 ആക്ട് പ്രകാരം സൊസൈറ്റികളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? റൂറൽ ആൻഡ് അർബൻ എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1912 ആക്ടിൽ എന്താ പറയുന്നത്? ദി ആക്ട് ക്ലാസിഫൈഡ് ഇൻ ദി സൊസൈറ്റീസ് ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ്. 1912 ആക്ട് പ്രകാരം സൊസൈറ്റികളെ രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു? തരംതിരിച്ചു. ഏതൊക്കെയാണ്? ലിമിറ്റഡ് എന്നും അതുപോലെ അൺലിമിറ്റഡ് എന്നും എന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ ഡിഫറൻസ് നോക്ക്. ദി ആക്ട് കൺഫൈൻഡ് ഓൺലി പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ പ്രൈമറി സൊസൈറ്റികൾ മാത്രമാണ് 1904 ആക്ടിൽ നമ്മൾ കൺഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രൈമറി സൊസൈറ്റികൾ മാത്രമാണ് 1904 ആക്ടിൽ കൺഫൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ 1912 ആക്ടിൽ എന്തായിരുന്നു? ദി ആക്ട് പ്രൊവൈഡ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റീസ്. സെൻട്രൽ സൊസൈറ്റിയുടെയും ഫെഡറൽ സൊസൈറ്റിയുടെയും കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 1912 ആക്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് നോക്ക്. മൂന്നാമത്, ദി ആക്ട് വാസ് സൈൽഡ് അബൌട്ട് യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ 1904 ആക്ടിൽ പ്രോഫിറ്റ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ്? ഒരു പ്രൊവിഷനും വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അവിടെ എന്തായിരുന്നു? സൈലൻ്റ് ആണ് അല്ലേ? ദ ആക്ട് വാസ് സൈലൻ്റ് അബൌട്ട് യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്നാൽ 1912 ആക്ടിൽ എന്താ പറയുന്നത്? ദി ആക്ട് സജസ്റ്റഡ് ദാറ്റ് 25% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു റിസർവ് ഫണ്ട്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് മറ്റൊരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, 1904 ആക്ടിൽ എന്താണ്? നെറ്റ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടൊരു കണ്ടീഷനും ഇല്ല. എന്നാൽ 1912 ആക്ടിൽ എന്താ പറയുന്നത്? 25% എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നാലാമത്തെ നോക്ക്. ദർ വാസ് നോ പ്രൊവിഷൻ ഫോർ ഓർഗനൈസേഷൻ ഓഫ് സൊസൈറ്റി ഫോർ അതർ ദാൻ ക്രെഡിറ്റ്. ഇപ്പോൾ 1904 ആക്ടിൽ പറയുന്നത് എന്തുമാത്രമാണ്? ക്രെഡിറ്റ് സൊസൈറ്റികൾ മാത്രമാണ് പറയുന്നത്. അതായത് വായ്പാ സഹകരണ സംഘങ്ങളെക്കുറിച്ച് മാത്രമാണ് 1904 ആക്ടിൽ പറയുന്നത്. എന്നാൽ നാലാമത്തായി പറഞ്ഞു നോക്ക്. ദർ വാസ് നോ പ്രൊവിഷൻ ഫോർ ഓർഗനൈസേഷൻ ഓഫ് സൊസൈറ്റി ഫോർ അതർ ദാൻ ക്രെഡിറ്റ്. അല്ല, ക്രെഡിറ്റ് ഒഴികെയുള്ള സൊസൈറ്റികൾ മാത്രമാണ് ഇതിൽ ഒരു പ്രൊവിഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഈ 1904 ആക്ടിൽ പറയുന്നുണ്ട്. എന്നാൽ 1912 എന്താ പറയുന്നത്? ദി ആക്ട് പ്രൊവൈഡഡ് ദി രജിസ്ട്രേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൾസോ. അപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റികളും മറ്റുള്ള സൊസൈറ്റികളും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നതാണ് 1912 ആക്ടിൽ പറയുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത ഡിഫറൻസ് ആയി പറയുന്നത്, ദി ആക്ട് പ്രിസ്ക്രൈബ്ഡ് നോ മെമ്പർ വുഡ് ഹോൾഡ് ഷെയർ വർത്ത് മോർ ദാൻ ₹1,000. അപ്പോൾ ഈ 1904 ആക്ട് പ്രകാരം ഒരു മെമ്പർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? 1000 രൂപയിൽ കൂടുതലുള്ള ഷെയർ കൈവശം വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, 1904 ആക്ട് പ്രകാരം ഒരു മെമ്പർക്ക് 1000 രൂപയിൽ കൂടുതൽ ഷെയറുള്ള വാല്യൂ എന്ത് ചെയ്യാൻ കഴിയില്ല? കൈവശം വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. then അതുപോലെ മറ്റ് 1912 ആക്ട് പറയുന്നതാണ്, ദി ആക്ട് റെക്കമെൻഡ് ദാറ്റ് മെമ്പർ വുഡ് ഹോൾഡ് ഷെയർസ് വർത്ത് മോർ ദാൻ ₹1,000. അപ്പോൾ 1000 രൂപയേക്കാൾ വില ഇരിക്കുന്ന ഷെയറുകൾ ആർക്ക് കൈകാര്യം ചെയ്യാം? ഒരു മെമ്പർക്ക് 1912 ആക്ട് പ്രകാരം കൈകാര്യം ചെയ്യാം. നെക്സ്റ്റ്, ആസ് പെർ ദി ആക്ട് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആർ ഓർഗനൈസിങ് എ സൊസൈറ്റി അല്ലേ? അപ്പോൾ ഈ 1904 ആക്ട് പ്രകാരം ഇൻഡിവിജ്വൽ മെമ്പർമാരാണ് എന്ത് ചെയ്യുന്നത്? സൊസൈറ്റി രൂപീകരിക്കുന്നത്. അല്ലെങ്കിൽ സൊസൈറ്റിയിലെ മെമ്പർമാരായിരിക്കും ഇൻഡിവിജ്വൽസ് ആയിരിക്കും മെമ്പർമാർ. എന്നാൽ 1912 ആക്ട് പ്രകാരം ദി ആക്ട് പെർമിറ്റ്സ് ദാറ്റ് എ സൊസൈറ്റി ക്യാൻ ബിക്കം മെമ്പർ ഓഫ് അനദർ സൊസൈറ്റി. അപ്പോൾ 1912 ആക്ട് പ്രകാരം ഒരു സൊസൈറ്റിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, 1904 ആക്ട് പ്രകാരം ഒരു സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽ മെമ്പർമാർക്ക് മാത്രമേ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ 1912 ആക്ട് പ്രകാരം എന്താ പറയുന്നത്? അവിടെ ഒരു സൊസൈറ്റിയിൽ മറ്റൊരു സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഓഡിറ്റ് മസ്റ്റ് ബി ഡൺ ബൈ ദി രജിസ്ട്രാർ ഡയറക്റ്റ്ലി അല്ലേ? 1904 ആക്ട് പ്രകാരം ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? രജിസ്ട്രാറാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ 1912 ആക്ട് പ്രകാരം ദി ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് ഓഡിറ്റ് ഡൺ ഡയറക്ട്ലി ബൈ രജിസ്ട്രാർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹിസ് സ്റ്റാഫ്. അപ്പോൾ 1912 ആക്ട് പ്രകാരം രജിസ്ട്രാറും ഉണ്ട്, പിന്നെ ആരാണ് സഹായത്തിന് അദ്ദേഹത്തിന് സ്റ്റാഫും കൂടെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് ചെയ്യുന്നത്. ദെൻ നോ ഓഡിറ്റ് ഫീസ്.
നോട്ട് ഫോർ ആക്ട് പ്രകാരം എന്തില്ല, അവിടെ ഓഡിറ്റ് ഫീസ് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ 1912 ആക്ട് പ്രകാരം എന്തുണ്ട്, ദ ആക്ട് പ്രിസ്ക്രൈബ്ഡ് ഓഡിറ്റ് ഫീസ്. ആൻഡ് ലാസ്റ്റ് വൺ, ദർ വാസ് നോ പ്രൊവിഷൻ ഫോർ ഓർഗനൈസേഷൻ ഓഫ് ക്രെഡിറ്റ് അതർ ദാൻ ക്രെഡിറ്റ്. ഓക്കെ, ഇത്രയാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ആക്റ്റാണ്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് എ കോംപ്രഹെൻസീവ് സെൻട്രൽ ലെജിസ്ലേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതായത് മൾട്ടി സ്റ്റേറ്റുകളിൽ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, ഒരു സെൻട്രൽ ലെജിസ്ലേഷൻ കൊണ്ടുവരാനാണ്. ടു ഫെസിലിറ്റേറ്റ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റീസ്. മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളിൽ അതിൻ്റെ ഫങ്ഷനിങ്ങിനും ഓർഗനൈസേഷനും സൗകര്യപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സെൻട്രൽ ലെജിസ്ലേഷനാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ആൻഡ് ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ദെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ എല്ലാ സൊസൈറ്റികളിലും, എല്ലാ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളിലും എന്ത് വേണം, അതിൻ്റെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ് അല്ലേ. ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ദെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനിലും എന്ത് വേണം, ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരണം. അതുപോലെ തന്നെ അവിടെ ഓർഗനൈസേഷനെയും ഫങ്ഷനിങ്ങിനെയും എന്ത് ചെയ്യണം, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സെൻട്രൽ ലെജിസ്ലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ത് ചെയ്തത്, പാസ്സാക്കിയത്. ഓക്കെ, ദി MCSS ആക്ട് ഓഫ് 1984 ഇനാക്റ്റഡ്. ദ എയർലിയർ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 വാസ് റിപ്പീൽഡ്. അപ്പോൾ ഇതിൻ്റെ മുന്നിലൊരു ആക്ട് ആയിരുന്നു മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942. ഈ ആക്ട് ക്യാൻസൽ ചെയ്തിട്ടുകൊണ്ട് അല്ലെങ്കിൽ റദ്ദാക്കിക്കൊണ്ടാണ് എന്തുണ്ടാക്കിയത്, 1984 ആക്ടിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ്, മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളുടെ അഡ്മിനിസ്ട്രേഷനിലും മാനേജ്മെൻറ്റിലും യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ സൊസൈറ്റികളിലെ ഓർഗനൈസേഷനും അതിൻ്റെ ഫങ്ഷനിങ്ങും എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, സൗകര്യപ്പെടുത്താനും വേണ്ടി കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണ്, ആക്റ്റാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. ഓക്കെ, ഇനി അടുത്ത ആക്റ്റാണ് മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട് 1990. ഓക്കെ, മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട് 1990. In 1990, an expert committee under the chairmanship of Chaudhary Brahmaprakash was appointed by the Planning Commission. അതായത് ഇവിടെ 1990 എന്ത് ചെയ്തു, എക്സ്പേർട്ട് കമ്മിറ്റി അല്ലേ, എക്സ്പേർട്ട് കമ്മിറ്റിയാണ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ചൗധരി ബ്രഹ്മപ്രകാശ് അപ്പോയിൻറ്റഡ് ബൈ ദി പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ അതിൽ പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചൗധരി ബ്രഹ്മപ്രകാശിനെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് എക്സ്പേർട്ട് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ചൗധരി ബ്രഹ്മപ്രകാശിനെ ചെയർമാനാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് എക്സ്പേർട്ട് കമ്മിറ്റി. ഇനി ആ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാണ് ടു മേക്ക് എ റാപ്പിഡ് റിവ്യൂ ബ്രോഡ് സ്റ്റാറ്റസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, സജസ്റ്റ് ഫ്യൂച്ചർ ഡയറക്ഷൻസ് ആൻഡ് ഫൈനലൈസ് എ മോഡൽ കോപ്പറേറ്റീവ് ആക്ട്. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇങ്ങനെ വലുതായി വരികയാണ് അല്ലെ, വികാസം സംഭവിച്ചു വരികയാണ്. അപ്പോൾ അതിനെന്ത് വേണം, ഫ്യൂച്ചർ ഡയറക്ഷൻസ് വേണം അല്ലേ, ഭാവിയിൽ ഉണ്ടാകുന്ന കുറേ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിക്കണം. അതുപോലെ ഒരു മോഡൽ കോപ്പറേറ്റ് ആക്ട് എന്ത് ചെയ്യണം, നിലവിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്തുണ്ടാക്കിയത്, ഈ ചൗധരി ബ്രഹ്മപ്രകാശിനെ ചെയർമാനാക്കിക്കൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ 1990 എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചത്. ദി കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1991. അങ്ങനെ 1991 എന്ത് ചെയ്തു, അവരവരുടെ റിപ്പോർട്ട് എന്ത് ചെയ്തു, സമർപ്പിച്ചു. 1990 പ്ലാനിംഗ് കമ്മീഷൻ ചൗധരി ബ്രഹ്മപ്രകാശിനെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് എക്സ്പേർട്ട് കമ്മിറ്റി. ദെൻ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ റാപ്പിഡ് റിവ്യൂ ഓഫ് ബ്രോഡ് സ്റ്റാറ്റസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന ബ്രോഡ് സ്റ്റാറ്റസിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ അതുപോലെ ഫ്യൂച്ചർ ഡയറക്ഷൻസും അതുപോലെ ഒരു മോഡൽ കോപ്പറേറ്റ് ആക്ട് എന്ത് ചെയ്യണം, ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് കമ്മിറ്റി രൂപീകരിച്ചത്. ദെൻ സിൻസ് കോപ്പറേഷൻ ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആൻഡ് ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഓൺ കോപ്പറേറ്റീവ് സ്റ്റേഷൻ കവറിംഗ് കോപ്പറേറ്റീവ്സ് ഹോസ് മെമ്പർഷിപ്പ് ഈസ് കൺഫൈൻഡ് ടു ദി സ്റ്റേറ്റ്. അപ്പോൾ ഈ കോപ്പറേഷൻ എന്നാൽ സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള
കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പ്രിപ്പയർ ചെയ്തുകൊണ്ട് കവർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, കൺവിൻസ് സ്റ്റേറ്റ് ദ റിപ്പോർട്ട് ഓഫ് ദി കമ്മിറ്റി എലോങ് വിത്ത് എ മോഡൽ കോപ്പറേറ്റീവ് ലോ. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും കവർ ചെയ്തുകൊണ്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഈ കമ്മിറ്റി ഒരു മോഡൽ കോപ്പറേറ്റീവ് ലോ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. വാസ് സർക്കുലേഡ് ടു ആൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ദെയർ കൺസിഡറേഷൻ ആൻഡ് അഡോപ്ഷൻ അറ്റ് സ്റ്റേറ്റ് ലെവൽ. അങ്ങനെ ആ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിക്വസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ പ്രകാരം എന്ത് ചെയ്തു, ഒരു മോഡൽ കോപ്പറേറ്റീവ് ലോ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ലോ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും എന്ത് ചെയ്തു, പാസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്, ആളുകളുടെ കൺസിഡറേഷനും അഡോപ്ഷനും വേണ്ടി സ്റ്റേറ്റ് ലെവൽ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മോഡൽ കോപ്പറേറ്റീവ് ആക്ട്. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ ഡയറക്ഷൻസും അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫൈനൽ ആക്റ്റും വേണമെന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് തന്നെ അതിൽ ഉണ്ടായിട്ടുള്ള ഫീച്ചേഴ്സാണ് അല്ലെങ്കിൽ മോഡൽ കോപ്പറേറ്റീവ് ആക്ടിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്ക്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഗവൺമെൻറ് ടു കൺഫേം ദ ബേസിക് ഐഡിയോളജി ഓഫ് കോപ്പറേഷൻ. ഇത് എന്ത് സഹായിക്കുന്നുണ്ട്, ഗവൺമെൻറ്റിനെ സഹായിക്കുകയാണ് അല്ലേ. എന്തിനാണ്, ടു കൺഫേം ദ ബേസിക് ഐഡിയോളജി ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ്റെ ബേസിക് ഐഡിയോളജിയിൽ എന്താണ് കൈകാര്യം ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ, ദ പ്രൊസീജിയർ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ന്യൂ സൊസൈറ്റീസ് വേർ സിംപ്ലിഫൈഡ്. ഒരു പുതിയ സൊസൈറ്റി നമ്മൾ രൂപീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്ത് ചെയ്തു, സിംപ്ലിഫൈസ് ചെയ്തു. മൂന്നാമത്തെ, ദി മോഡൽ ആക്ട് ഗേവ് പവേഴ്സ് ടു ദി രജിസ്ട്രാർ ഫോർ ഫോളോവിങ് കേസസ്. അപ്പോൾ രജിസ്ട്രാർക്ക് ഈ ഒരു ആക്ട് പ്രകാരം ധാരാളം പവർ എന്ത് ചെയ്തു, കിട്ടിയെന്നുള്ളതാണ്. എന്തൊക്കെയാണ്, സപ്രഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പിരിച്ചുവിടാനുള്ള അധികാരമാണ്. അതുപോലെ തന്നെ കമ്പൾസറി അമാൽഗമേഷൻ ഓഫ് സൊസൈറ്റിയെ നിർബന്ധിതമായിട്ട് അമാൽഗമേറ്റ് ചെയ്യാനുള്ള അധികാരം. അതുപോലെ തന്നെ കമ്പൾസറി അമെൻമെൻറ്റ് ഓഫ് ബൈലോ കമ്പൾസറി ആയിട്ട് അമെൻമെൻറ്റ് ചെയ്യാനുള്ള അധികാരം. പിന്നെ ഇഷ്യൂ ഓഫ് ഡയറക്ടർമാരെ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കൂടി ഈ മോഡൽ ആക്ട് പ്രകാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്, രജിസ്ട്രാർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്തായി പറഞ്ഞത്, ദി ആക്ട് പ്രൊഹിബിറ്റഡ് കോപ്പറേറ്റീവ്സ് ഫ്രം അക്സെപ്റ്റിംഗ് ഫണ്ട് ഫ്രം ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ നിന്നും എന്താണ് ഫണ്ട് സ്വീകരിക്കുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തു. ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഫണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്വീകരിക്കാൻ പാടില്ല. ആക്ട് പ്രൊവൈഡ് ഓഫീസ് ഓഫ് ഗവൺമെൻറ് ടു വർക്ക് ഇൻ എ കോപ്പറേറ്റീവ്. അപ്പോൾ ഗവൺമെൻറ് ജീവനക്കാർ എന്ത് ചെയ്യാൻ പാടില്ല, കോപ്പറേറ്റീവിൽ വർക്ക് ചെയ്യുന്നത് നിരോധിച്ചു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാഡ് ബീൻ അപ്പോയിൻറ്റ് ടു കണ്ടക്ട് ഡേ ടു ഡേ വർക്കിംഗ് ആൻഡ് ഇലക്ഷൻ ഓഫ് സൊസൈറ്റി. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഡേ ടു ഡേ വർക്കിങ്ങുകളും അതുപോലെ ഇലക്ഷൻ നടത്താനൊക്കെ അപ്പോയിൻമെൻറ്റ് നടത്താമെന്നുള്ളത്. പിന്നെ ലാസ്റ്റ് വൺ, ദ ആക്ട് പ്രൊവൈഡ് ഫോർ ദി കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ ഫോർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി എന്തും രൂപീകരിക്കാൻ പറ്റുന്നുണ്ട്, ഒരു കോപ്പറേറ്റീവ് ട്രൈബ്യൂണലും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് കോപ്പറേറ്റീവ് മോഡൽ ആക്ടിനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ, ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോപ്പറേഷൻ്റെ ബേസിക് ഐഡിയോളജിയിൽ കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ, പുതിയ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സിംപ്ലിഫൈസ് ചെയ്തു. അടുത്തത്, ഈ ഒരു ആക്ട് പ്രകാരം രജിസ്ട്രാർക്ക് എന്ത് ചെയ്തു, മോർ പവേഴ്സ് കിട്ടി. ഒന്ന് സപ്രഷനാണ്, രണ്ടാമത്തെ കമ്പൾസറി അമാൽഗമേഷനുള്ള അധികാരം, മൂന്നാമത്തെ കമ്പൾസറി അമെൻമെൻറ്റിനുള്ള അധികാരം, നാലാമത്തെ ഇഷ്യൂ ഓഫ് ഡയറക്ടേഴ്സിനുള്ള അധികാരം. പിന്നെ അടുത്തതായി പറഞ്ഞതാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ടുകൾ സ്വീകരിക്കാൻ പാടില്ല. പ്രൊഹിബിറ്റഡ് ദി ഗവൺമെൻറ് ഓഫീസ് ഓഫ് ഗവൺമെൻറ് ടു വർക്ക് ഇൻ എ കോപ്പറേറ്റീവ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഗവൺമെൻറ് ജീവനക്കാർ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാഡ് ബീൻ അപ്പോയിൻറ്റഡ് ടു കണ്ടക്ട് ഡേ ടു ഡേ വർക്കിംഗ് ആൻഡ് ഇലക്ഷൻ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഡേ ടു ഡേ വർക്കിംഗ് നടത്താനും അതുപോലെ ഇലക്ഷൻ നടത്താനുള്ള ആൾക്കാരൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ദി ആക്ട് പ്രൊവൈഡ് ഫോർ ദി കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ അപ്പോയിൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു കോപ്പറേറ്റീവ് ട്രൈബ്യൂണലും ഈ മോഡൽ ആക്ട് പ്രകാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995 1995
ആക്റ്റാണ് ആന്ധ്ര മോഡൽ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു ആക്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നു, കോപ്പറേറ്റീവ് മോഡൽ അല്ലെങ്കിൽ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് അല്ലേ. ഈ ആന്ധ്രാപ്രദേശ് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് പാസ് ദി ന്യൂ ആക്ട് ഓൺ ദി ബേസ് ഓഫ് മോഡൽ ആക്ട്. അപ്പോൾ ഈ മോഡൽ ആക്ട് പ്രകാരം ആദ്യമായിട്ട് മോഡൽ ആക്ട് പ്രകാരം ആദ്യമായിട്ട് ന്യൂ ആക്ട് ഉണ്ടാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് പാസ് ദ ന്യൂ ആക്ട് ഓൺ ദി ബേസ് ഓഫ് ദി മോഡൽ ആക്ട്. അപ്പോൾ മോഡൽ ആക്ട് പ്രകാരം അല്ലെങ്കിൽ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് പ്രകാരം പുതിയ ആക്ട് രൂപീകരിച്ചിട്ടുള്ള ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കാൾഡ് ആസ് ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995 ഓൺ May 4th, 1995, which was the milestone in the history of Indian cooperative movement. അത് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ ഒരു ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേയുള്ള മോഡൽ കോപ്പറേറ്റീവ് ആക്ട് പ്രകാരം സ്വന്തമായിട്ട് പുതിയ ആക്ട് രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ഈ ആക്റ്റാണ് ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഫീച്ചേഴ്സാണ്. ഒന്നാമത്തെ നോക്ക്, ടു റിലേ ഓൺ ദി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് വോളണ്ടറി സെൽഫ് ഫിനാൻസിങ് ആൻഡ് ഓട്ടോണമി ആൻഡ് ഫ്രീ ഫ്രം സ്റ്റേറ്റ് കൺട്രോൾ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വോളണ്ടറി ആണ്, സെൽഫ് ഫിനാൻസിങ് ആണ്, ആൻഡ് ഓട്ടോണമി ഫ്രീ ഫ്രം സ്റ്റേറ്റ് കൺട്രോൾ. അപ്പോൾ സ്റ്റേറ്റ് കൺട്രോളിൽ നിന്ന് എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും, എന്താ ഓട്ടോണമി ആയിരിക്കും, സെൽഫ് ഫിനാൻസിങ് ആണ്, അതുപോലെ എന്താണ് വോളണ്ടറീസ് ആണ്. ദെൻ രണ്ടാമത്, ടു എനേബിൾ നോട്ട് ലെസ് ദാൻ 10 ഇൻഡിവിജ്വൽസ് ബിലോങ് ടു ഡിഫറെൻറ്റ് ഫാമിലീസ് ടു ഫോം എ കമ്പനി. എന്ത് ചെയ്യാൻ കഴിയില്ലായിരുന്നുണ്ട്? ടു നോട്ട് ലെസ് ദാൻ 10 കുറയാത്ത ഇൻഡിവിജ്വൽസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫോം എ കമ്പനി, നമുക്കൊരു ഒരു സൊസൈറ്റി എന്ത് ചെയ്യാൻ പറ്റും? രൂപീകരിക്കാൻ പറ്റും എന്നാണ്. ഡിഫറെൻറ്റ് ഫാമിലികളിൽ നിന്ന് ഒക്കെ രൂപീകരിക്കാൻ കഴിയില്ല. നെക്സ്റ്റ് മൂന്നാമത്തത്, ടു എനേബിൾ ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു റെഗുലേറ്റ് ദെയർ ഫങ്ഷനിങ് ബൈ ഫ്രെയിമിംഗ് ബൈലോസ് സബ്ജക്റ്റ് ടു പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. ഇനി ഇവർക്ക് എന്ത് പ്രാപ്തമാവുന്നുണ്ട്? ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു റെഗുലേറ്റ് ദെയർ ഫങ്ഷനിങ്. അപ്പോൾ ആ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈ ഫ്രെയിമിങ് ബൈലോസ് സബ്ജക്റ്റ് ടു പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. അപ്പോൾ ഈ മോഡൽ ആക്ട് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ സൊസൈറ്റിയുടെ ഫങ്ഷനിങ് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഫങ്ഷനിങ് നടത്താൻ ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണമായി. ഒന്ന്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയായിരുന്നു? വോളണ്ടറി ആണ്, സെൽഫ് ഫിനാൻസിങ് ആണ്, ഓട്ടോണമി ആണ്, ഫ്രീ ഫ്രം സ്റ്റേറ്റ് കൺട്രോൾ. രണ്ടാമത്തെ എന്താണ്? ടു എനേബിൾ നോട്ട് ലെസ് ദാൻ 10 ഇൻഡിവിജ്വൽ ബിലോങ് ടു ഡിഫറെൻറ്റ് ഫാമിലീസ് ഫ്രം എ കമ്പനി. അപ്പോൾ വ്യത്യസ്ത ഫാമിലികളിൽ നിന്നുള്ള 10 കുറയാത്ത അംഗങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? രൂപീകരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫങ്ഷൻ ചെയ്യുന്നതും അവർ ചെയ്യുന്ന റൂൾസ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാനും ഫങ്ഷൻ നടത്താനും എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തെ ഫീച്ചറായി പറയുന്നത്, ടു എനേബിൾ ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു മൊബിലൈസ് ദെയർ ഓൺ ഫണ്ട്. ഇനി അവർക്ക് എന്താണ്? സൊസൈറ്റിക്ക് അവിടെ എന്താണ് സ്വന്തമായിട്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മെമ്പർമാരിൽ നിന്നോ നോൺ മെമ്പർമാരിൽ നിന്നോ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മൊബിലൈസ് ചെയ്യാം. അഞ്ചാമത്തെ, ടു എംപവർ ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു പ്രൊവൈഡ് ഫോർ ദി ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ടു എംപവർ ദി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ത് ചെയ്യുന്നു? എംപവർ ചെയ്യുകയാണ്. എന്തിനാണ്? ടു പ്രൊവൈഡ് ഫോർ ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ്. ഒരു മെമ്പറുടെ ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും തീരുമാനിക്കാനുള്ള അധികാരം ആർക്ക് നൽകിയിട്ടുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകിയിട്ടുണ്ട്. ടു ഡിഫൈൻ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി ജനറൽ ബോഡി. ഇനി എന്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ജനറൽ ബോഡിയുടെ ഫങ്ഷൻസും പവേഴ്സും എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ദെൻ ഏഴാമത്, to provide for accountability and for that purpose to conduct audit, inquiry for the recovery of loss caused to the society by misconduct or otherwise. ഇനി ടു പ്രൊവൈഡ് ഫോർ പ്രോപ്പർ അക്കൗണ്ടബിലിറ്റി, ഓരോരുത്തർക്കും എന്താണ്? കൃത്യമായിട്ടുള്ള ചുമതലകൾ നൽകിയിട്ടുള്ളതാണ്. ആൻഡ് ഫോർ വാട്ട് പർപ്പസ് ഓഫ് ടു ഓഡിറ്റ് കണ്ടക്ട്, അതുപോലെ എൻക്വയറി, അതുപോലെ റിക്കവറി ലോസ് കോസ്ഡ് ബൈ സൊസൈറ്റിക്ക് ലോസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബൈ മിസ്കണ്ടക്ട് ഓർ അതർവൈസ്
അപ്പോൾ മിസ്കണ്ടക്റ്റിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗങ്ങളിലൂടെയൊക്കെ സൊസൈറ്റിക്ക് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായ അക്കൗണ്ടബിലിറ്റികളൊക്കെ ഇതിൻ്റെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ദെൻ 8ാമത്തെ ടു പ്രൊവൈഡ് ഫോർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ബൈ കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എന്താണ് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോപ്പറേറ്റീവ് ട്രൈബ്യൂണലും ഇത് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ 1904 ആക്ട് എന്താണ്, 1912 ആക്ട് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ അതിൻ്റെ 1904 ആക്റ്റും 1912 ആക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മോഡൽ കോപ്പറേറ്റീവ് ആക്ട്, അതുപോലെ ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.